നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത്രയും വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന നീ കാണിക്കുന്ന എനിക്ക് ആര് സമാധാനം പറയൂടി? ഞാൻ തലപ്പല്ലി ചലിക്കുന്ന പോലെ നിന്റെ കാതിൽ ഓതിക്കൊണ്ടിരുന്നത് എന്തെങ്കിലും നിന്റെ തലയിൽ കയറിയിട്ടുണ്ടോ? ഒരു വാക്ക്, ഒരൊറ്റ വാക്ക് നീ എന്നെ അനുസരിച്ചിട്ടുണ്ടോ? ഉണ്ടോത്? പുറത്തുള്ളവർ നോക്കുമ്പോ എന്താ വലിയ കളക്ടർ, നാടിന് മുഴുവൻ നന്മ ചെയ്യാനായിട്ടൊരു ജന്മം. എന്നാ നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നീ എന്താടി ചെയ്തത്? എന്താ നീ അവർക്ക് കൊടുക്കുന്നത്? വേദനയും സങ്കടവും അല്ലാതെ. ഇപ്പോ ഇത്തിരി ഇല്ലാത്ത ഈ കുഞ്ഞ് വീട് വിട്ട് ഇറങ്ങിയതിന്റെ പേരിൽ വാളും ചെലമ്പുമായിട്ട് ശിക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എടി, ഇവൾ ഈ വീട് വിട്ടു പോകാനുള്ള കാരണം ആരടി? നീ അല്ലാന്ന് നിന്റെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ നിനക്ക്? എടി, നിന്നെ ഞാൻ അമ്മ വഴക്ക് പറയണ്ട ശാരദാമ്മേ. ഇല്ല മോളെ, നീ കണ്ടോടി ഒരു കുഞ്ഞിന് അമ്മയോടുള്ള സ്നേഹം. ഇവളുടെ ദേഹം നോവിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം നീ. എന്നിട്ട് നിന്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് നോവുന്നെന്ന് തോന്നിയപ്പോ ഇവക്കത് സഹിച്ചില്ല. ഇവളുടെ അമ്മയുടെ മനസ്സ് നോവിച്ചത് ആരാ? സ്വന്തം അമ്മ. എന്നാലും ഇവൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഇവൾക്ക് സമ്മതിച്ചു തരാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താന്ന് നിനക്കറിയോ? ഇവളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശരി ഇവളുടെ അമ്മയാ. ഇവൾക്ക് ശരീരം വേദനിച്ചാലും മനസ്സ് നൊന്താലും എല്ലാം ഇവളുടെ അമ്മ ചെയ്യുന്നത് ശരി തന്നെയാ. മറ്റാർക്കും അത് ചോദ്യം ചെയ്യാൻ ഒരവകാശവും ഇല്ല. ഇവളുടെ അമ്മ പറയുന്നതനുസരിച്ച് ജീവിക്കാനാ ഇവൾക്കിഷ്ടം. വളർന്നൊരു പ്രായം എത്തുന്നത് വരെ എല്ലാവർക്കും അങ്ങനെയാടി, ഞാനടക്കം എല്ലാവർക്കും. സ്വന്തമായിട്ട് ബുദ്ധിയും ബോധവും ഉറച്ചു വന്നൊരു തോന്നലുണ്ടായ പിന്നെ അമ്മ വേണ്ട, അമ്മ പഴഞ്ചൻ. അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താന്നും അതെന്തിനാന്നും അമ്മ ഇല്ലാതായി കഴിയുമ്പോ മനസ്സിലാകും. ഈ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അതിനുള്ള ഇട വരുത്തരുത് നീ. വാ മോളെ, വാ. മോളെ, പറയാൻ എനിക്ക് അവകാശമുണ്ടോന്നറിയില്ല. മക്കൾക്ക് അച്ഛൻ വേണം മോളെ, പ്രത്യേകിച്ചും പെൺമക്കൾക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.